മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഭക്തരെ, ചിലർ നിങ്ങളെ മുറിവേൽപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് വേദനിക്കില്ല. എന്നാൽ അവർ അതിനെ ന്യായീകരിക്കാൻ നോക്കുമ്പോഴാണ് നിങ്ങൾക്ക് വേദനിക്കുന്നത്. ആളുകൾ പ്രധാനമായും മറ്റുള്ളവരെ തരം താഴ്ത്തുന്നത് അസൂയ കൊണ്ടും അപകർഷതാബോധം കൊണ്ടുമാണ്. മാത്രമല്ല, നിങ്ങൾ അവരെക്കാൾ മെച്ചപ്പെട്ട അവസ്ഥയിലാണെന്നതും കൊണ്ടും കൂടിയാണ് തരം താഴ്ത്തലുകൾ നടക്കുന്നത്. വിട്ടുകളയാൻ തോന്നാത്തതും എന്നാൽ സ്വന്തമാക്കാൻ പറ്റാത്തതുമായ ചില ബന്ധങ്ങൾ ആയിരിക്കും നിങ്ങൾക്ക് കൂടുതൽ സന്തോഷവും സങ്കടവും നൽകുന്നത്. കൂട്ടിന് ആളുകൾ ഉണ്ടെന്ന് കരുതി ധൈര്യത്തിൽ നടക്കാതിരിക്കുക. ഒറ്റയ്ക്കാണെന്ന് കരുതി കാലുറപ്പിച്ച് മുന്നോട്ട് നടക്കുക. പിന്നെ നിങ്ങളെ തോൽപ്പിക്കാൻ ഒന്നിനും കഴിയില്ല. അകന്നു പോകാൻ ഒരുപാട് കാരണങ്ങൾ വേണം. എന്നാൽ ചേർത്ത് പിടിക്കാൻ ഒരു കാരണം മതി: ആത്മാർത്ഥത. അതുകൊണ്ട് ആത്മാർത്ഥത ഉള്ളവരാകുക. ഭക്തരെ, മറന്നുകളയുക തനിച്ചാക്കിയ ഇടങ്ങളെയും മരണത്തോളം വേദന നൽകിയ മനുഷ്യരെയും. ആവശ്യമുള്ളിടത്ത് ആവശ്യത്തിനു മാത്രം പ്രതികരിക്കുക. നിങ്ങളുടെ ആവേശങ്ങളെയും വികാരങ്ങളെയും നിയന്ത്രിക്കാനുള്ള പക്വത നേടാൻ ശ്രമിക്കുക. ഭക്തരെ, മറ്റുള്ളവരോട് തോന്നുന്ന അസൂയയാണ് പ്രധാനമായി അവരോട് ശത്രുത തോന്നുവാനുള്ള കാരണം. നല്ല മനസ്സുള്ളവർ ഏതു കാര്യത്തിലും ആത്മസംതൃപ്തി കണ്ടെത്തി സന്തോഷത്തോടെ ജീവിക്കുന്നു. അങ്ങനെയുള്ളവരെ മറ്റുള്ളവരുടെ നേട്ടങ്ങൾ സന്തോഷിപ്പിക്കുന്നു. നിങ്ങൾക്ക് സ്നേഹം ചെറുപ്പത്തിൽ സൗജന്യമായി ലഭിക്കും. യൗവനത്തിൽ സ്നേഹത്തിനു വേണ്ടി അധ്വാനിക്കേണ്ടി വരുന്നു. വാർദ്ധക്യത്തിൽ സ്നേഹത്തിനായി യാചിക്കേണ്ടി വരുന്നു. ആളുകൾ ഒരിക്കലും നിങ്ങളിൽ സന്തുഷ്ടരാകില്ല. ആരിൽ നിന്നും ഒരു നന്ദി വാക്കുപോലും പ്രതീക്ഷിക്കരുത്. ഫലം ഇച്ഛിക്കാതെ കർമ്മം ചെയ്യുക. ഫലം താനേ വന്നുകൊള്ളും. കടന്നുപോയ വഴികളും വന്നു ചേരുന്ന മനുഷ്യരും തന്നുപോയ നഷ്ടങ്ങളും ഇറങ്ങിപ്പോയ സമയവുമൊക്കെ പാഠങ്ങളാണ്. ഓരോരുത്തരുടെയും ജീവിത പാഠങ്ങൾ. ഭയപ്പെടേണ്ടത് ശത്രുക്കളെയല്ല, സ്നേഹിക്കുന്നവരെയാണ്. കാരണം മറ്റാരേക്കാളും നിങ്ങളെ തളർത്താനും തകർക്കാനും അവർക്ക് കഴിയും. ഭക്തരെ, മറ്റുള്ളവർ നിങ്ങളെ വിശ്വസിക്കാനായി കാത്തിരിക്കരുത്. നിങ്ങൾ സ്വയം വിശ്വസിക്കുക. അതുമാത്രമായിരിക്കും നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിങ്ങൾ ഒരാളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ കാലവും ദൂരവും അതിന് തടസ്സമാകില്ല. ഒരാളുടെ തെറ്റുകൾ ഒരിക്കലും മറ്റുള്ളവരോട് പറയരുത്. അയാളോട് തന്നെ പറയുക. കാരണം ആ തെറ്റ് തിരുത്തേണ്ടത് അയാളാണ്, മറ്റുള്ളവരല്ല. പണമുള്ളവരുടെ ജീവിത പ്രശ്നങ്ങൾ ആരും അത്ര പെട്ടെന്ന് പുറത്തറിയില്ല. പക്ഷേ പണമില്ലാത്തവരുടെ കണ്ണീര് പോലും പരസ്യമാവും. അവർ പോലും അറിയാത്ത പ്രശ്നങ്ങളായിരിക്കും പുറത്തറിയുന്നത്. ഭക്തരെ, ഒരു മനുഷ്യന് എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാൻ കഴിയില്ല. സങ്കടം, ദേഷ്യം, നിരാശ, ഉത്കണ്ഠ ഇതെല്ലാം മനുഷ്യൻ അനുഭവിക്കുന്നത് തന്നെയാണ്. ഭക്തരെ, മറ്റുള്ളവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഓരോ നിമിഷവും നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുകയാണ്. പല മനുഷ്യരും പലതും കണ്ടില്ല കേട്ടില്ല എന്ന് വയ്ക്കുന്നത് പ്രതികരിക്കാൻ അറിയാഞ്ഞിട്ടല്ല, ബന്ധങ്ങൾ അറ്റുപോകാതിരിക്കാൻ വേണ്ടി മാത്രമാണ്. മനസ്സ് പെട്ടെന്ന് ആരെയും ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. പക്ഷേ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അവരെക്കുറിച്ച് ഓർക്കാത്ത ഒരു ദിവസം പോലും ഉണ്ടാകില്ല. ഭക്തരെ, കടന്നു പോകുന്ന നല്ല നിമിഷങ്ങളുടെ വില നിങ്ങൾ അറിയുന്നത് അത് കഴിഞ്ഞു പോകുമ്പോൾ മാത്രമായിരിക്കും. ഒഴിവാക്കാൻ അറിയുന്നവർക്ക് മറക്കാനും വെറുക്കാനും ബുദ്ധിമുട്ട് ഉണ്ടാകില്ല. ഭക്തരെ, പല മനുഷ്യരും സ്വയം ജീവിതം വെറുക്കുന്നത് അവർ
ജീവന് തുല്യം സ്നേഹിച്ചവർക്ക് മുന്നിൽ അവർ ആരും അല്ല എന്ന് അറിയുമ്പോഴാണ്. എത്ര സ്നേഹിച്ചിരുന്നു എന്നറിയണമെങ്കിൽ എത്ര ക്ഷമിച്ചിരുന്നു എന്നുകൂടി അറിയണം. ക്ഷമിക്കാൻ അറിയാത്ത ആളുകൾക്കിടയിലെ സ്നേഹത്തിനൊന്നും അധികം ആയുസ്സുണ്ടാകില്ല. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചുമക്കുന്ന ഏറ്റവും വലിയ ഭാരം നിങ്ങളുടെ ചിന്തകളാണ്. ഭക്തരെ, ഒറ്റയ്ക്ക് നടക്കാൻ പഠിക്കുക. ഇന്ന് നിങ്ങളോട് ഒപ്പമുള്ളവർ നാളെയും നിങ്ങളുടെ കൂടെ ഉണ്ടാകണമെന്നില്ല. നിങ്ങളുടെ സമയം പരിമിതമാണ്. അതിനാൽ മറ്റൊരാളുടെ ജീവിതത്തിൽ കുരുങ്ങി നിങ്ങളുടെ ജീവിതം പാഴാക്കരുത്. മറ്റുള്ളവരുടെ ചിന്തകളിൽ അകപ്പെട്ട് അതിൻ്റെ പരിണിതഫലങ്ങളുമായി ജീവിക്കരുത്. ഭക്തരെ, ഒരാളെ ഓർത്ത് നിങ്ങൾക്ക് ദേഷ്യവും സങ്കടവും വരുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, അവരെ നിങ്ങൾ ഹൃദയം തുറന്ന് സ്നേഹിച്ചിട്ടുണ്ട്. എല്ലാ ഭക്തരും സന്തോഷത്തോടു കൂടിയിരിക്കുക. മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഓം നമഃ ശിവായ.